ഹലോ ഗൈസ്, സോളോ മാസ്റ്റർ വൈറ്റിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഈ സീസണിൽ നമ്മൾ കോൺകർ അടിച്ചിട്ടുണ്ട് S29. അതും സോളോ തന്നെയാണ് കോൺകർ അടിച്ചിരിക്കുന്നത്. വെറും 147 മാച്ച് കൊണ്ട് തന്നെ കോൺകർ റീച്ച് ആയിട്ടുണ്ട്. 14 സ്റ്റാറാണ് സോളോയിൽ ഇപ്പോൾ ആവശ്യം വന്നിട്ടുള്ളൂ. അതും 55 ഡേയ്സ് കൊണ്ട് തന്നെ അടിച്ചിട്ടുണ്ട്. നമുക്ക് വിചാരിച്ചാൽ ഈസി ആയിട്ട് തന്നെ നേരത്തെ തന്നെ അടിക്കാം. ഏറ്റവും കൂടുതൽ ഈസി സോളോയിലാണെന്ന് എല്ലാവർക്കും അറിയാം. കുറച്ച് ക്ഷമയും കുറച്ച് ഗെയിം സെൻസ് ഉണ്ടെങ്കിൽ സോളോയിൽ ഈസി ആയിട്ട് അടിക്കാം. സ്കോഡ് ഇല്ലാത്തതുകൊണ്ട് കോൺകർ പുഷ് ചെയ്യാത്തവരും ടൈമില്ലാണ്ട് കോൺകർ പുഷ് ചെയ്യാത്തവർക്കും ഈസി ആയിട്ട് സോളോയിൽ കോൺകർ അടിക്കാം. ഡെയിലി ഒരു 100 പോയിൻ്റ് എടുത്താൽ മതി. സോളോയിൽ ഡെയിലി ഒരു 100 പോയിൻ്റ് എടുത്ത് സീസൺ എൻഡ് ആവണ വരയ്ക്കും കറക്റ്റായിട്ട് സോളോ ഫോക്കസ് ചെയ്താൽ ഈസി ആയിട്ട് സോളോയിൽ കോൺകർ റീച്ച് ആവും. എന്ന് പറഞ്ഞാൽ സോളോയിൽ 10-15 സ്റ്റാർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എടുത്താൽ നമുക്ക് സോളോയിൽ ഈസിയായിട്ട് കോൺകർ റീച്ച് ആവാം. സ്കോഡും ഡുവോയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിൾ പറയുന്നത് സോളോ തന്നെയാണ്. കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓരോ ടിപ്സ് ആൻഡ് ട്രിക്സ് BRDM എടുക്കാം, ഓവർഗ്രാഫ്റ്റ് എടുക്കാം, കോയിൻ ബോക്സ്, വൈക്കിൾ എങ്ങനെ യൂസ് ചെയ്യാം, ലാസ്റ്റ് സോണിലൊക്കെ എങ്ങനെ നല്ലപോലെ ഹോൾഡ് ചെയ്യുക, എങ്ങനെ ഹോൾഡ് ചെയ്യണം, എങ്ങനെ ലാസ്റ്റ് സോൺ വിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ഓരോരോ വീഡിയോസൊക്കെ അടുത്തടുത്ത വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം. ഏതൊരു ഇവൻ്റ് ആണെങ്കിലും നമുക്ക് സോളോയിൽ ഒരു ലൈഫ് നമുക്ക് കിട്ടും ഫ്രീ ആയിട്ട്. ഇവൻ്റിൽ നിന്ന് ചത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി കളിക്കാനുള്ള ഒരു ലൈഫ് കിട്ടും, റീകോൾ കിട്ടും. അത് ആ റീകോളാണ് നമ്മൾ സേഫായിട്ട് പിന്നെ കളിക്കേണ്ടത്. അതിൽ നമുക്ക് ഓവർക്രാഫ്റ്റോ ഇല്ലെങ്കിൽ BRDM എടുക്കാനോ മാക്സിമം ട്രൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ അത്യാവശ്യം ലൂട്ട് അടിച്ചാൽ മതി. ലൂട്ട് അടിക്കാൻ നോക്കുക, പിന്നെ കുറച്ച് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. BRDMും ഓവർക്രാഫ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ലാസ്റ്റ് സോണിലാണ് പിന്നെ ഫൈറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അതേ സമയത്ത് ലാസ്റ്റ് സോണിൽ നമുക്ക് സെൻറ്ററൊന്നും പോകാൻ പാടില്ല. വണ്ടി പൊട്ടിച്ച് കളയാം, നമ്മുടെ വണ്ടി ഫുള്ളായി പൊട്ടിച്ച് കളയും. പിന്നെ നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ടാവില്ല. വണ്ടി പൊട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചാവും ചെയ്യും, നമ്മൾ മൈനസ് വീഴും ചെയ്യും. അപ്പോൾ നമുക്കത് ഓവർക്രാഫ്റ്റോ BRDM കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സോൺ ഔട്ടിൽ മാക്സിമം ഹോൾഡ് ചെയ്ത് ഓരോ ലോങ് എന്ന് കാണുന്ന പ്ലേസിന് അടിക്കാനുള്ള ശ്രമം നോക്കുക. അല്ലെങ്കിൽ മാക്സിമം ടോപ്പ് 10 എത്താനുള്ള ശ്രമം നോക്കുക. ടോപ്പ് 10 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം ടോപ്പ് 5. അപ്പോൾ നമ്മുടെ കൺമുന്നിലുള്ള എനിമീസിന് ആര് തന്നെ ആയാലും നമുക്ക് അടിക്കാൻ ശ്രമിക്കുക. മാക്സിമം ഒരു 5-6 കില്ല് എടുക്കാൻ ശ്രമിക്കുക. ഇവൻ്റിൽ നിന്ന് ഒരു 5 കില്ലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായി ഹോൾഡ് ചെയ്താൽ ലാസ്റ്റ് സോണിൽ എന്തായാലും നമുക്കൊരു 5 കില്ലെങ്കിലും മിനിമം കിട്ടും, ഇല്ലെങ്കിൽ ഒരു 2-3 കില്ലെങ്കിലും കിട്ടും. എങ്ങനെയെങ്കിലും ഒരു 6-7 കില്ല് നമ്മുടെ നമുക്ക് സേഫ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിൻ ചെയ്യാൻ നോക്കിയാൽ മതി. പിന്നെ ഓവർക്രാഫ്റ്റും BRDMും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് വെൽഡിങ് ക്യാനും പെട്രോൾ ക്യാനൊക്കെയാണ്. എന്താ പറഞ്ഞാൽ നമ്മൾ സോൺ ഔട്ടിൽ ഹോൾഡ് ചെയ്ത് പറഞ്ഞാൽ ചിലപ്പോൾ നല്ലോണം സോണിലേക്ക് പോകാനുണ്ടാവാം. അപ്പോൾ നമ്മൾ ഓവർക്രാഫ്റ്റും BRDMും എടുത്താൽ നമുക്ക് മസ്റ്റായിട്ട് പെട്രോൾ ക്യാൻ വേണം. അതേസമയം മൾട്ടിപ്പിൾ പെട്രോൾ ക്യാൻസ് വേണം. ഒന്നോ രണ്ടെണ്ണോ എക്സ്ട്രാ വേണ്ടി വരും. നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ തന്നെ നമുക്ക് മെഡ് കിറ്റുകളും ബുള്ളറ്റ്സും നീഡുകളൊക്കെ എക്സ്ട്രാ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സോണിൽ തന്നെ കുറേ ഹോൾഡ് ചെയ്യുക, ബാൻഡേജ് നിറയെ എടുക്കുക. എങ്ങനെയാണെങ്കിലും സോണിൽ കുറച്ച് ഹോൾഡ് ചെയ്ത് ലാസ്റ്റ് സോണിൽ മാക്സിമം സോൺ ഔട്ടിൽ നിന്ന് സോണിൽ കയറാൻ നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം സോൺ ഹോൾഡ് ചെയ്ത പോയിൻ്റ് കിട്ടും, ഹീലിംഗ് പോയിൻ്റ് കിട്ടും, വൈക്കിൾ ഓടിച്ചതിനുള്ള പോയിൻ്റ് കിട്ടും, എനിമീസിനെ കില്ല് ചെയ്ത പോയിൻ്റ് കിട്ടും, പൊസിഷനുള്ള പോയിൻ്റ് കിട്ടും. അങ്ങനെ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും സോളോയിൽ പോയിൻ്റ് നമുക്ക് കിട്ടുക. ഹീലിംഗ് പോയിൻ്റ്,
അതവിടെ പൊസിഷൻ എടുത്ത പോയിന്റ്. ഇവൻ്റിൽ നിന്ന് ചാവാതെയാണ് നമ്മൾ ഇരിക്കുന്നത് പറഞ്ഞാൽ അതിനും എക്സ്ട്രാ പോയിന്റ് ഉണ്ട്. നമ്മൾ ഒരിക്കൽ പോലും ചത്തിട്ടില്ല. ഇവൻ്റിൽ ഇറങ്ങിയിട്ട് ചത്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് സോൺ വരയ്ക്കും നമ്മൾ ഹോൾഡ് ചെയ്ത് വിൻ ചെയ്താൽ ടോപ്പ് 10 അടിച്ചാലും പോയിൻ്റാണ്. മാക്സിമം നമ്മൾ ടോപ്പ് 10 ടോപ്പ് 5 എത്തിക്കഴിഞ്ഞാൽ മാക്സിമം ഡിന്നർ അടിക്കാനുള്ള ഫോക്കസിലായിരിക്കണം. കറക്റ്റ് ഡെയിലി 100 പോയിൻ്റ് എടുത്ത് കളിക്കാൻ നോക്കുക. സോളോയിൽ പുഷ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 4 മണിക്കൂറെങ്കിലും പുഷ് ചെയ്യുക. അപ്പോൾ 4 മണിക്കൂർ പുഷ് ചെയ്യുന്ന സമയത്ത് ഡെയിലി 4 മണിക്കൂർ പുഷ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കോൺഗർ റീച്ച് ചെയ്യാം. ഡെയിലി 100 പോയിൻറ്റും കാൽക്കുലേറ്റ് ചെയ്താൽ 50 സംതിങ് ഡേയ്സ് ഉണ്ട്. 5000 സംതിങ് പോയിൻറ്റ്സ് നമുക്ക് എടുക്കാം. ഡെയിലി 100 പോയിൻ്റാണ്. ഗോൾഡ് ടു കോൺഗർ എന്നാണ്. ചിലപ്പോൾ ചിലവർ ഡയമണ്ട് ടയറിൽ തന്നെ ഉണ്ടാവും സോളോയിൽ. അവർക്കും ഈസിയാണ് വേഗം കോൺഗർ ആവാൻ. ക്ഷമയോടെ ഗെയിം സെൻസോടെ കളിച്ചാൽ എങ്ങനെയായാലും നമുക്ക് കോൺഗർ റീച്ച് ചെയ്യാൻ പറ്റും. സോളോ കോൺഗർ പുഷാണ്. അപ്പോൾ അത്യാവശ്യം ഹോൾഡ് ചെയ്ത് കളിക്കണം. അപ്പോൾ തന്നെ അയ്യോ സോളോയിലാകുമ്പോൾ മടുക്കും, സ്കോഡിനേക്കാളും ഒറ്റയ്ക്ക് കളിക്കല്ലേ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ ഓവർഗ്രാഫ്റ്റിൻ്റെ ഡയമണ്ട് കോയിൻസ് ഒക്കെ എടുക്കാനുണ്ട്. ഇതൊക്കെ കളക്ട് ചെയ്തൊരു പ്രോസസ്സിങ് പോലെ ചെയ്താൽ സോളോയിൽ ടൈം പോണത് അറിയില്ല. കോയിൻ ബോക്സിന് വേണ്ടി തന്നെ നമ്മൾ കുറച്ച് ഓരോരോ ലൊക്കേഷനിൽ പോകാനുണ്ടാവും. ആ ലൊക്കേഷനിലൊക്കെ പോയിട്ട് കോയിൻ ബോക്സ് കളക്ട് ചെയ്ത് ഷോപ്പിൽ പോയി ഫ്ലെയർ ഗൺ എടുത്ത് BRDM അടിച്ച് നമ്മൾ സോൺ എത്തുമ്പോൾ തന്നെ എന്തായാലും ലാസ്റ്റ് സോൺ ആയിരിക്കും. അപ്പോൾ ലാസ്റ്റ് സോൺ ഫൈറ്റ് എടുക്കേണ്ട സോണായിരിക്കും. അപ്പോൾ ആ സോണിൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ് 1 മാസം, സീസൺ തുടങ്ങി സ്റ്റാർട്ടിങ് 1 മാസത്തോളം ലാസ്റ്റ് സോണിൽ എങ്ങനെ പോലും നല്ല പ്ലെയേഴ്സും നല്ല ലോബിയും നല്ലവണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് ലാസ്റ്റ് സോണിൽ അത്യാവശ്യം ഹോൾഡ് ചെയ്താൽ ഈസി ആയിട്ട് തന്നെ ടോപ്പ് 10ഉം ടോപ്പ് 5 ഒക്കെ അടിച്ചാൽ തന്നെ അത്യാവശ്യം പോയിൻ്റ് ഉണ്ടാവും. പിന്നെ ടോപ്പ് 10 ടോപ്പ് 5 ഒക്കെ എത്തി പറഞ്ഞാൽ മാക്സിമം നമ്മൾ ഡിന്നർ അടിക്കാനുള്ള ഫോക്കസ് മൈൻഡിൽ തന്നെ കളിക്കാൻ ശ്രമിക്കുക. പിന്നെടുക്കുമ്പോൾ പിന്നെടുക്കാൻ ശ്രമിക്കുക. ഒരുത്തനെ അടിച്ചാൽ ഒരുത്തൻ പുറകിൽ നിന്ന് അടിക്കും എന്നുള്ള കോൺസെപ്റ്റൊക്കെ മൈൻഡിൽ വയ്ക്കുക. അപ്പോൾ തന്നെ ഈസിയായിട്ട് നമുക്ക് സോളോയിൽ എങ്ങനെ സർവേ ചെയ്യാൻ ഒരു 10-15 മാച്ച് കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സോളോയിൽ എങ്ങനെ വിൻ ചെയ്യാമെന്നുള്ളത് ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് വീണ്ടും കാണാം.